ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇപ്പോൾ ഉള്ളത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലാണ്. ഞാൻ പയ്യന്നൂർ വരെ ഒന്ന് പോവുകയാണ്. കഴിഞ്ഞ വീഡിയോയിൽ എൻ്റെ ഒച്ച പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒച്ച കുറേയൊക്കെ റെഡിയായി. അതിൽ പഴയ ലെവലെത്തിയിട്ടില്ല, എന്നാലും കുറച്ചൊക്കെ റെഡിയായി. അപ്പോൾ പയ്യന്നൂർ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടി റെയിൽവേ സ്റ്റേഷനിലാണുള്ളത്. ഇപ്പോൾ പ്ലാറ്റ്ഫോം നമ്പർ 4 പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മുകളിൽ അതിലേക്ക് പോകുന്ന സംഭവത്തിലാണുള്ളത്. മറ്റേ മുകളിലൂടെയുള്ള ബ്രിഡ്ജില്ലേ, അതിലുള്ളത്. ഇപ്പോൾ ടൈം 5:45. ട്രെയിൻ വരുന്നത് 6:15-നാണ്. ഒരു അരമണിക്കൂർ ഇവിടെ പോസ്റ്റ് ഉണ്ട് ഇവിടെ. അപ്പോൾ ട്രെയിൻ വെയിറ്റ് കൊണ്ടിരിക്കുകയാണ്. പ്ലാറ്റ്ഫോം നമ്പർ 4 ഇവിടെ നേരെ വെളുത്ത് വരുന്നുള്ളൂ, അതായത് സൂര്യ ഒഴിച്ച് വരുന്നുള്ളൂ. ഉണ്ടോ മോർണിംഗ് വ്യൂ. അവിടെ ഫാസ്റ്റ് വൈഫൈ ഉണ്ട്. കുറച്ച് നേരം വൈഫൈയിൽ വല്ല പടം കൊണ്ട് കുത്തിരിക്കട്ടെ. നമ്മൾ ഇന്ത്യൻ റെയിൽവേൻ്റെ വൈഫൈ കൊണ്ട് എന്ത് ചെയ്തു, ഞാൻ എൻ്റെ PUBG അപ്ഡേറ്റ് ചെയ്തു. ഏകദേശം 1.5 GB ഉണ്ടായിരുന്നു അപ്ഡേഷന്. കുറേ കാലമായി അപ്ഡേറ്റ് ചെയ്തിട്ട്. അപ്പോൾ എന്ത് ചെയ്തു, ഞാൻ PUBG അപ്ഡേറ്റ് ചെയ്തു. ഇപ്പോൾ PUBG ഈവോ ഗ്രൗണ്ട് പുതിയ അപ്ഡേഷൻ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യുക, എന്താ പറയുക, ഒന്നും ഡൗൺലോഡ് ചെയ്യാനോ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഫോണിലത്തെ ആപ്ലിക്കേഷനും അതേപോലെ കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യുക. അങ്ങനെയെങ്കിലും ഇന്ത്യൻ റെയിൽവേൻ്റെ വൈഫൈ കൊണ്ട് ഒരു ഉപകാരം ഉണ്ടാവട്ടെ. നേരം പരപരാന്ന് വെളുത്ത് വരുന്നു. ഇപ്പോൾ ടൈം കറക്റ്റ് 6 മണിയായി. 6 മണിക്കുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. ഇവിടെ ഭയങ്കര കൊതുകാണ്. കൊതുകിനോട്ട് ഇരിക്കാൻ വയ്യ. നമ്മൾ ട്രെയിൻ 6:15-നൊക്കെ പറഞ്ഞിട്ടുള്ളത്. സാധാരണ 6:15 പറഞ്ഞാൽ 6:30 ആവലുണ്ട്. എന്തെങ്കിലും നേരത്തിന് വന്നാൽ മതിയിരുന്നു. ഇന്ത്യൻ റെയിൽവേൻ്റെ അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത്. നോക്കട്ടെ, വരട്ടെ. ട്രെയിൻ വന്നു. നമ്മളെ മംഗലാപുരം എക്സ്പ്രസ് വരുന്നുണ്ട്. 6:15-നാണ് പറഞ്ഞത്. 6:25-ആയി. 10 മിനിറ്റ് ലേറ്റാണ്. കാരണം 10 മിനിറ്റ് വന്നല്ലോ, വലിയ ഉപകാരം. ഓക്കെ, അപ്പോൾ ഞാൻ പോയി ട്രെയിനിൽ കയറട്ടെ. നമ്മളെ ട്രെയിൻ നീങ്ങി തുടങ്ങി. ഹലോ ഫ്രണ്ട്സ്, നമ്മളെ കണ്ണൂരെത്തി. അടുത്ത സ്റ്റോപ്പ് നമുക്ക് ഇറങ്ങുന്നത് പയ്യന്നൂർ. ഫ്രണ്ട്സ്, നമ്മളെ സ്ഥലത്തെത്തി. നമ്മൾ പയ്യന്നൂർക്ക് ടിക്കറ്റ് എടുത്ത്, പക്ഷേ നമ്മൾ ഇറങ്ങിയത് പയങ്ങാടിയാണ്. തൊട്ട് മുന്നത്തെ സ്റ്റോപ്പാണ്. നമുക്ക് ഇവിടെ നിന്നാണ് നമ്മൾ പോകുന്ന ഡെസ്റ്റിനേഷനിലേക്ക് എത്താൻ സുഖം. അപ്പോൾ ഞാൻ ഇത് ഓവല ഇറങ്ങി. ഓക്കെ, നമ്മളൊന്ന് ട്രെയിൻ പോകുന്നു. ബൈ ബൈ ട്രെയിൻ. നമ്മളിപ്പോൾ ഉള്ളത് പയ്യന്നൂർ ഒരു കല്യാണത്തിലാണ്. ഇവിടെ നാളേക്ക് ബിരിയാണി വെക്കാനുള്ള മട്ടനും കാര്യങ്ങളൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ കഴിച്ചാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇവിടെ 21 മട്ടനും ഒരു പോത്തും ഉണ്ട്. ഇതിനൊക്കെ രാവിലെ വരെ ഇവർക്ക് പണി തന്നെ ആയിരിക്കും.
ഈ മൈസൂർ പാക്ക് എന്ന് പറഞ്ഞ സാധനം കാണുമ്പോൾ വിചാരിച്ചിട്ടുണ്ട് ഇത് എങ്ങനെ ഉണ്ടാക്കുകയെന്ന്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഒന്ന് ഉണ്ടാക്കണമെന്ന് നോക്കാം. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മൈസൂർ പാക്കാണ്. അപ്പോൾ വൃത്തിയായി കേക്ക് വെച്ച ഒരു പാത്രം, അതിലേക്ക് ഒരു കപ്പ് വെള്ളമാണ് പൊഴിച്ചിട്ടുള്ളത്. ഇത് ചൂടാവുന്ന വരെ വെയിറ്റ് ചെയ്യുക ഈ വെള്ളം. അതിന് ശേഷം എന്ത് ചെയ്ത് പഞ്ചസാര ഇടുക. പഞ്ചസാര ഇട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. എന്നിട്ട് പഞ്ചസാര ലായനി ആവുന്ന വരെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം കടലപ്പൊടി തരിക്കുക. അതിൻ്റെ മട്ടും കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടി കറക്റ്റ് വൃത്തിയായിട്ട് തരിക്കുക. ഇതിപ്പോൾ ചെയ്യുന്നത് നമ്മളെ മധുവേട്ടനാണ്, പാലസ് കിച്ചൻ്റെ മധുവേട്ടനാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കറക്റ്റ് ലെവലിൽ ഫുൾ വൃത്തിയായിട്ട് അത് തരിക്കുക. തരിച്ചതിന് ശേഷം കളർ ഇടുക. കളറ് മഞ്ഞ കളറിന് മൈസൂർ പാക്കിൻ്റെ കളർ വരാൻ വേണ്ടി മഞ്ഞ കളറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഏലക്ക പൊടിച്ചത്, നമ്മൾ സാധാ ഏലക്കായി എന്ന് പറഞ്ഞ ഏലക്ക പൊടിച്ചതാണ് ഇട്ടിട്ടുള്ളത്. ആവശ്യത്തിന് ഇടുക. അതിനുശേഷം 6 kg പാം ഓയിൽ, അതേപോലെ ഡാൽഡ, ഈ 3 എന്താ പറയുക എണ്ണകളും കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്ത് കണ്ട് എല്ലാം മിശ്രിതം റെഡിയാക്കി വെക്കുക. ഇത് ഇടയ്ക്കിടയ്ക്ക് അതിൽ ഒഴിക്കേണ്ടി വരും, അതിനാണത് റെഡിയാക്കി വെക്കുന്നത്. ഇപ്പോൾ നമ്മൾ പഞ്ചസാര ലായനി ഏകദേശം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ശരിക്കും ഇളക്കി കൊടുക്കുക. നല്ല കറക്റ്റ് ലെവലിൽ ലായനി ആവുന്ന വരെ കറക്റ്റ് ഇളക്കി കൊടുക്കുക. നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച കടലപ്പൊടി, ഏലക്കപ്പൊടി, അതുപോലെ കളറ്, ആ സാധനം എന്ത് ചെയ്യുക ഇതിലേക്ക് ഇടുക. പഞ്ചസാര ലായനി ഫുൾ ചൂടായി റെഡി ആയതിനു ശേഷം എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. നല്ലോണം ഇളക്കി കൊടുക്കുക. അപ്പോൾ നല്ല കളർ വന്നു തുടങ്ങി, മഞ്ഞ കളർ വന്നു തുടങ്ങി. നന്നായി ഇളക്കി കൊടുക്കുക, കാരണം ആ പൊടി ഇതിൽ മിക്സ് ആവണം. ഉണ്ടോ ഇപ്പോൾ നന്നായി കളറൊക്കെ വന്നു. നന്നായി ഇളക്കി കൊടുക്കുക, എങ്കിൽ മാത്രമുള്ളൂ കറക്റ്റ് ലെവലാവുക. ഇത് നമ്മൾ മധുചേട്ടനാണ്, പാലസ് കിച്ചൻ്റെ മൂപ്പരാണ് ഇത് ഉണ്ടാക്കുന്നത്. നന്നായി ഇളക്കി കൊടുക്കുക. ഇതിപ്പോൾ ഒഴിച്ചത് വെള്ളം, അതിലേക്ക് പഞ്ചസാര ഇട്ടു. പഞ്ചസാര ലായനി ആയിട്ട് ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച കടലപ്പൊടി, ഏലക്കപ്പൊടി, അതുപോലെ കളറ് ഇതിൽ ചേർത്തു. നന്നായി ഇളക്കി കൊടുക്കുക ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നന്നായി ഇളക്കി കറക്റ്റ് മിക്സ് ആയിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച 6 kg എല്ലാം മിക്സ് ചെയ്തും അയച്ചു കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ പതച്ച് വരും. എന്നിട്ട് അതിങ്ങനെ ഇളക്കി കൊടുക്കുക. ഇളക്കി കറക്റ്റ് മിക്സ് ഇങ്ങനെ ആയി ഇങ്ങനെ വരുമ്പോൾ ആ എണ്ണ അതിൽ കറക്റ്റ് പിടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ കുറുകി വരും. ആ കുറുകി വരുന്ന കറക്റ്റ് ലെവലായി കഴിഞ്ഞാൽ ഒന്നും കൂടെ എന്ത് ചെയ്യുക, എണ്ണ, അതായത് നേരത്തെ ഉണ്ടാക്കി വെച്ച സാധനം പിന്നെ ഒഴിച്ചു കൊടുക്കുക. അത് പതിച്ച് വരും. അതിങ്ങനെ ഇളക്കി കൊടുക്കുക. അത് ഏകദേശം ഒരു മുരിഞ്ഞ ടൈപ്പ് ലെവലെത്തും. സാധാരണ ഒരു മുരിഞ്ഞ ലെവലെത്തുമ്പോൾ അങ്ങനെ ഇളക്കി വരുമ്പോൾ കുറച്ച് കുറുകി വരും. അപ്പോൾ കുറച്ച് കട്ടിലെ ടൈപ്പ് സംഭവമായിട്ട് വരും. കുറച്ച് കട്ടിയിലായിട്ട് വരും. അപ്പോൾ ഇളക്കി നല്ലോണം കൊടുക്കുക. ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. റെഡി ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ഇങ്ങനത്തെ ഒരു പാത്രം എടുത്തിട്ട് ആ പാത്രത്തിലേക്ക് സാധനം ഒഴിക്കുക. എന്നിട്ട് കറക്റ്റ് പരത്തി വെക്കുക, കറക്റ്റ് ലെവലാകാൻ വേണ്ടി. ഇത് കാണുന്ന പോലെ ചെയ്യുക. അങ്ങനെ ഒരു 10 മിനിറ്റ് വെക്കുക. അപ്പോൾ ചൂടാറി കഴിഞ്ഞാൽ ഇതേപോലെ ആവും, കുറച്ച് കട്ടിയിലാവും. അപ്പോൾ എന്ത് ചെയ്യുക, കത്തി എടുത്തിട്ട് കട്ട് ചെയ്യുക. ആ പ്ലേറ്റ് നമ്മൾ ഒരു കടലാസിൽ അതിലേക്ക് കൊട്ടി. അപ്പോൾ നമ്മളെ മൈസൂർ പാക്ക് റെഡി ആയിട്ടുണ്ട്. കട്ട് ഫുൾ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന സാധനം, കടയിൽ നിന്ന് വാങ്ങുന്ന മൈസൂർ പാക്ക് തന്നെയാണ്. ഉണ്ടോ? അപ്പോൾ ഇത് ഉണ്ടാക്കിയത് കണ്ണൂരിലെ നമ്മുടെ മധുചേട്ടനാണ്, പാലസ് കിച്ചൻ്റെ. അപ്പോൾ കല്യാണ പരിപാടിക്ക് എന്തെങ്കിലും ഇങ്ങനത്തെ സാധനങ്ങൾ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ മധുചേട്ടനെ കോൺടാക്ട് ചെയ്യാം. മുപ്പരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എൻ്റെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പുതുതായി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. പറ്റുമെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് കൂടെ ഒന്ന് ഫോളോ ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്.